പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പരിശുദ്ധ അമ്മയെക്കുറിച്ച് വീണ്ടും കൂടുതൽ ആഴത്തിൽ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പോവുകയാണ്. പ്രത്യേകിച്ച് നമ്മൾ ലൂക്കായുടെ സുവിശേഷത്തിൽ അല്ലെങ്കിൽ നമ്മൾ ജപമാല ചൊല്ലുമ്പോൾ സന്തോഷത്തിൻ്റെ രണ്ടാം രഹസ്യത്തിൽ നമ്മളിങ്ങനെ പറയുന്നുണ്ട്, പരിശുദ്ധ കന്യകാമറിയം തൻ്റെ ഇളയമയായ എലിസബത്തിനെ സന്ദർശിക്കാനായിട്ട് അല്ലെങ്കിൽ ശുശ്രൂഷിക്കാനായിട്ട് പോയിന്ന്. 3 മാസക്കാലം ശുശ്രൂഷ ചെയ്യുന്നതാണ് നമ്മൾ പലപ്പോഴും ധ്യാനിക്കാറുള്ളത്. ധ്യാനിക്കുന്ന വിഷയം അവിടെ നിൽക്കട്ടെ, പലപ്പോഴും ധ്യാനിക്കുക എന്ന് പറഞ്ഞിട്ട് അതൊരു മധ്യസ്ഥ പ്രാർത്ഥന പോലെയാക്കി മാറ്റുകയാണ് പലപ്പോഴും ചെയ്യാറ്. അതിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല, നമുക്ക് പിന്നീട് എപ്പോഴേലും നമുക്ക് കാണാം. എന്നാൽ പരിശുദ്ധ കന്യകാമറി എലിസബത്തിന്റെ വീട്ടിൽ എന്തിനാണ് പോയത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം 3 മാസക്കാലം ശുശ്രൂഷ ചെയ്തു എന്നുള്ളതാണ്. നമുക്കറിയാം, എലിസബത്തിന് വയസ്സ് 90, സക്കറിയായിക്ക് 100, നമ്മുടെ അബ്രാഹത്തിന്റെ സാറയുടെയൊക്കെ പോലെ തന്നെ. അപ്പോൾ ഈ മറിയം എലിസബത്തിന്റെ വീട്ടിൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി പോകുമ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് ഒന്ന് മനസ്സിലാക്കണം. മറിയം എന്തോ ചെറിയൊരു വ്യക്തിയും എലിസബത്ത് എന്തോ ഒരു വലിയ വ്യക്തിയും. അങ്ങനെയുള്ളത് കൊണ്ടാണല്ലോ ശുശ്രൂഷയ്ക്ക് വേണ്ടി പോകുന്നത്. കാരണം മറിയത്തിന്റെ ഉദരത്തിലിരിക്കുന്ന നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം, ദൈവമാണ്. മറിയത്തിന് വേണമെന്നുണ്ടെങ്കിൽ അഹങ്കാരത്തോടെ ഹവ്വയെ പോലെ വേണം ഇങ്ങനെ പറയാമായിരുന്നു. ഈ ഗബ്രിയേൽ ദൂതനോട് നീ പോയിട്ട് സക്കറിയയോടും എലിസബത്തിനോടും പറ, യേശയ്യ 7:14 പറഞ്ഞിരിക്കുന്ന യുവതിയായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്ന ദൈവം എന്നെയാണ്. അപ്പൊ അതുകൊണ്ട് എന്റെ ഉദരത്തിൽ യേശു വന്നിട്ടുണ്ട്, രക്ഷകൻ വന്നു, ഇമ്മാനുവേൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് എലിസബത്തിനെ കയ്യെ പിടിച്ചോണ്ട് ഇങ്ങോട്ട് വാ, ഞാനിവിടെ സിംഹാസനത്തിൽ ഇരിക്കുകയാണ്, എന്നെ വന്ന് താണു വണങ്ങാനോ എന്റെ ഉദരത്തിലിരിക്കുന്ന ദൈവത്തെ ഒന്ന് തൊട്ടുമുത്തിക്കവളനൊക്കെ വേണമെന്ന് പറയാമായിരുന്നു. പക്ഷെ മറിയം അതൊന്നും ചെയ്യുന്നില്ല. പ്രിയമുള്ളവരെ, പ്രഭാഷകൻ 3:18 പറയുന്നുണ്ട്, നീ എത്രമാത്രം ഉന്നതനാണോ അത്രമാത്രം വിനീതനാവുക. മറിയം നോക്കി എലിസബത്തിന്റെ വീട്ടിൽ പോയി 3 മാസം ശുശ്രൂഷ ചെയ്തു. എലിസബത്ത് 6 മാസം ഗർഭിണിയാണ്. എലിസബത്തിന്റെ ഉള്ളിലിരിക്കുന്നത് സ്ഥാപക യോഹന്നാനാണ്. യോഹന്നാൻ ദൈവമൊന്നുമല്ല, അമലോത്ഭവവുമല്ല. എങ്കിൽ പോലും മറിയം തിടുക്കത്തിൽ എലിസബത്തിന്റെ വീട്ടിലേക്ക് പോവുകയാണ്. നമുക്കറിയാം, ലോക ചരിത്രത്തിലെ ആദ്യത്തെ ദിവ്യകാരുണ്യ പ്രദക്ഷിണമാണ്. മറിയം ഉദരത്തിൽ യേശുവിനെയും വഹിച്ചുകൊണ്ട് ആ അയൽക്കാരിയും എന്ന് പറയുന്ന എലിസബത്തിന്റെ വീട്ടിലോട്ട് മലമുകളിലൂടെ ഉള്ള യാത്രയാണ്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട വലിയൊരു സത്യമുണ്ട്. എലിസബത്ത് അവിടെ വണ്ടി ഇടിച്ച് കിടക്കുകയോ അല്ലെങ്കിൽ രോഗിയായിട്ട് കിടക്കുകയോ ഒന്നുമല്ല. എലിസബത്തിന്റെ ഉള്ളിലിരിക്കുന്നത് സ്ഥാപക യോഹന്നാനാണ്. അപ്പൊ മറിയം പോകുമ്പോൾ നമ്മൾ ഇതിന്റെ ഗൗരവം മനസ്സിലാക്കണം. പലപ്പോഴും പലരും ധ്യാനിക്കാത്തൊരു സംഭവമാണ്. നമ്മൾ ഈ ശുശ്രൂഷ ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന, ധ്യാനത്തിനൊക്കെ ചോദിക്കുമ്പോൾ പ്രസവ ശുശ്രൂഷ ചെയ്യാനാണ് പോയത്. കാരണം നമുക്കറിയാം, മറിയം 3 മാസം ചെയ്യുമ്പോഴത്തേക്കിന് എലിസബത്ത് 6 മാസം ഗർഭിണിയാണ്. 3 മാസം കൂടെ ആകുമ്പോൾ 6, 3, 9. അപ്പം പ്രസവ ശുശ്രൂഷയ്ക്കാണ് പോയെന്നുള്ളതാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത്. പിന്നെ പ്രായമായ വ്യക്തികളാണല്ലോ സക്കറിയായി എലിസബത്തും. സക്കറിയയ്ക്കടം മിണ്ടാനും പറ്റുന്നില്ല, ഊമനാണ്. യോഹന്നാൻ ജനിക്കുന്നത് വരെ ഊമനാണ്. പ്രിയമുള്ളവരെ, നമ്മളിവിടെ ഒരു ഗൗരവത്തിൽ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കണം. മറിയം എലിസബത്തിന്റെ വീട്ടിൽ ചെന്നപ്പോൾ എലിസബത്ത് മറിയത്തെ ലൂക്ക 1:43 ഒരു കാര്യം പറയുന്നുണ്ട്. 42 മുതൽ വായിക്കുമ്പോൾ നമുക്കത് വ്യക്തമാവും. പറയുന്നത് എങ്ങനെയാണ്? എന്റെ കർത്താവിന്റെ അമ്മ, 43-ാം വചനമാണ്, എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുക്കൽ വരാനുള്ള ഭാഗ്യം എനിക്ക് ഇവിടെ നിന്ന്. നോക്കിയ 90 വയസ്സുള്ള മറിയം ആരെ നോക്കിയിട്ട് എലിസബത്ത് പറയുവാണ്, മറിയത്തെ നോക്കി. മറിയത്തിനപ്പം 12, 13, 13.5 വയസ്സ്, അത്രയേ ഉള്ളൂ, അതിനപ്പുറത്തേക്ക് ഒട്ടുമില്ല. കാരണം 12ാമത്തെ വയസ്സ് വരെയാണ് ജെറുസലേം ദേവാലയത്തിൽ പഠിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് കാരണം സ്ത്രീകൾക്ക് മെൻസസ് പീരീഡ്സ് ഒക്കെ വരുന്നതാണ്. പഴയ നിയമ കാലഘട്ടങ്ങൾ അശുദ്ധമാണ്, ദൈവത്തിന്റെ ആലയത്തിൽ പ്രവേശിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് പുറത്തു വരുന്നു, വിവാഹത്തെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നു, അങ്ങനെ ഒരു സമയമാണ്. അപ്പൊ ഒരു 13 വയസ്സോ അല്ലെങ്കിൽ 13.5 വയസ്സോ അത്രയേ ഉള്ളൂ. പ്രിയമുള്ളവരെ, നമ്മൾ മറ്റൊന്നും കൂടെ ചിന്തിക്കുക. ഈ എലിസബത്ത് പരിശുദ്ധ കന്യകാമറിയം സ്വന്തം അപ്പനും അമ്മയായിട്ട്, യോവാക്കീമും അന്നയുമായിട്ട് പലപ്പോഴും എലിസബത്തിന്റെ വീട്ടിലൊക്കെ പോയിട്ടുണ്ട്. അവരങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയിട്ടുണ്ട്. അപ്പോഴൊക്കെ ഈ എലിസബത്ത് മറിയത്തെ വിളിക്കുന്നത് മേരി എന്നാണ്, മോളെ എന്നാണ്, മിടുക്കി കുട്ടിയെന്നും ഇങ്ങനെയൊക്കെ വിളിക്കുന്ന ഈ എലിസബത്ത് ഇപ്പോൾ വിളിക്കുന്നത് എന്താണ്? ഈ 90 വയസ്സുള്ള ഈ അമ്മാമ്മ എന്താണ് ഈ മറിയത്തെ കയറി വിളിക്കുന്നത്? എന്റെ കർത്താവിന്റെ അമ്മ. നമ്മൾ പലപ്പോഴും ഈ ജപമാല ധ്യാനിക്കുമ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്, മറിയം 3 മാസക്കാലം ശുശ്രൂഷ ചെയ്തു. അന്നത്തെ കാലത്ത് ഗ്യാസ് ഒന്നും ഇല്ലാഞ്ഞുകൊണ്ട് വിറക് പെറുക്കാനോ അല്ലെങ്കിൽ കിണറ്റിൽ നിന്ന് ആഴമുള്ള കിണറ്റിൽ നിന്ന് വെള്ളം കോരിയെടുക്കാനോ സക്രിയയ്ക്കോ എലിസബത്തിനും വെള്ളം ചൂടാക്കി കൊടുക്കാനോ കുഴമ്പ് തേച്ചു ഇങ്ങനെയൊന്നുള്ള ശുശ്രൂഷ ചെയ്യാനല്ല പോയത്. ചട്ടിയും കലവും കഴുകാനല്ല. നമ്മൾ പലപ്പോഴും ശുശ്രൂഷ എന്ന് കേൾക്കുമ്പോൾ നമ്മളത് മാനുഷികമായ ചിന്തയിൽ അങ്ങനെയാണ് കാണുക.
പ്രിയമുള്ളവരെ, എന്നാൽ പരിശുദ്ധാത്മാവിനെ നിറഞ്ഞുകൊണ്ട് എലിസബത്ത് പറഞ്ഞ എന്താണ്? എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്ന് വെച്ചാൽ നിങ്ങൾ ഇതൊന്ന് ആഴത്തിലൊന്ന് ചിന്തിക്കുന്ന നല്ലതാണ്. കാരണം ഈ മറിയം, എലിസബത്ത്, അന്ന, യോവാക്കീം, ഔസേപ്പിതാവിന്റെ അപ്പൻ യാക്കോബ്, അമ്മ റാഹേല്, ഇവരൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്, അതുപോലെ തന്നെ ജെറുസലേം ദേവാലയത്തിൽ ഇരിക്കുന്ന ആര്? ശിമയോൻ, അതുപോലെ തന്നെ അന്ന, വിധവയായ അന്ന, ഇവര് കുറച്ച് ടീമുകൾ മാത്രമാണ് ഈ യേശയ്യ 7:14 പറയുന്ന ഈ ഇമ്മാനുവലിനെ പ്രതീക്ഷിച്ചിരിക്കുന്നത്. അതിൽ ആ കൂട്ടത്തിൽപ്പെട്ട ആൾക്കാരാണ് ഈ നമ്മുടെ സക്കറിയായി, എലിസബത്തും ഒക്കെ. അപ്പൊ മറിയം ഇവിടെ ചെല്ലുമ്പോഴത്തേന് പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞുകൊണ്ട് എലിസബത്ത് പറയുവാണ് എൻ്റെ കർത്താവിന്റെ അമ്മ എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മുടെ ദൈവം യേശു നമ്മുടെ ദൈവമാണ്, ത്രിത്വം. യേശു മനുഷ്യരൂപം ധരിച്ചു ഭൂമിയിൽ വന്നു. അപ്പൊ യേശുവിന്റെ അമ്മ നമ്മുടെ ആരാണ്? നമ്മുടെ അമ്മയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ യേശു ദൈവമാണ്. അപ്പം എലിസബത്തിന്റെ, സക്കറിയയുടെയും ആദത്തിന്റെയും അവയുടെയും ഒക്കെ ദൈവമാണ് ആര്? യേശു. ഈ യേശു എലിസബത്തിനിടയ്ക്ക് വന്നപ്പോൾ, മറിയത്തിന്റെ ഉദരത്തിലായെന്ന് അങ്ങ് ചെന്നപ്പോൾ, ആ സന്ദർശനം വഴി മറിയം ഒരൊറ്റ വാക്ക് പറഞ്ഞു, ശാലോം, സമാധാനം. ഒന്ന് കെട്ടിപ്പിടിച്ചൊന്നുമില്ല, കൈ കൊടുത്തിട്ടൊന്നുമില്ല, അകലെ നിന്ന് പറഞ്ഞതേ ഉള്ളൂ. ഈ സമയത്ത് തന്നെ പ്രിയമുള്ളവരെ പരിശുദ്ധാത്മാവിനെ നിറഞ്ഞുകൊണ്ട് എലിസബത്ത് പറയുകയാണ്, ഉദരത്തി കുഞ്ഞു തുള്ളിച്ചാടിയത് അവിടെ നിൽക്കട്ടെ, പക്ഷെ എലിസബത്ത് പറയാം, എൻ്റെ കർത്താവിന്റെ അമ്മ എൻ്റെ അടുക്കെ വരാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്. പ്രിയമുള്ളവർ, ഇങ്ങനെ പറഞ്ഞു എങ്കിൽ നിങ്ങൾ ചിന്തിക്കൂ, മറിയം അങ്ങോട്ട് ശുശ്രൂഷ ചെയ്തോ അതോ എലിസബത്തും സക്കറിയാവും കൂടെ ഇങ്ങോട്ട് ചെയ്തോ? നമ്മൾ ചിന്തിക്കുക, ആഴത്തിൽ മനസ്സിലാക്കേണ്ട കാര്യമാണ്. പ്രിയമുള്ളവർ, 3 മാസക്കാലം സക്കറിയായും എലിസബത്തും കൂടെ ശരിക്കും ദിവ്യകാരുണ്യ ആരാധന എന്ന് വെച്ചാൽ ദിവ്യകാരുണ്യമായിട്ടില്ല, അപ്പമായിട്ടില്ല, പക്ഷെ എങ്കിലും ആ യേശു ദൈവമാണല്ലോ, ആ ദൈവത്തെ ആരാധിക്കുന്ന ഒരു കൂട്ടാരാധനയുടെ സമയമാണ് ഈ എലിസബത്തിന്റെ വീട്ടിൽ. കാരണം എലിസബത്ത് വ്യക്തമായി പറഞ്ഞു, എൻ്റെ കർത്താവിന്റെ അമ്മ എന്ന് വെച്ചാൽ മറിയത്തിന്റെ ഉദരത്തിൽ ഇരിക്കുന്നത് എൻ്റെ ദൈവമാണ്, എൻ്റെ കർത്താവാണെന്ന്. ആ കർത്താവിന്റെ അമ്മയാണ് മറിയമെന്ന്. പ്രായം നോക്കിയിട്ടല്ല, ബുദ്ധിമാന്ദ്യം സംഭവിച്ചുകൊണ്ടല്ല പറയണത്. കണ്ടോ, പരിശുദ്ധാത്മാവിനെ നിറഞ്ഞിട്ടാ പറയുന്നത്. പ്രിയമുള്ളവർ, ഇതാണ് പരിശുദ്ധാത്മാവ് വരുമ്പോൾ മാത്രമേ മറിയത്തെ തിരിച്ചറിയാൻ പറ്റൂ. സ്വന്തം ഇടയമ്മയായിട്ട് പോലും എൻ്റെ കർത്താവിന്റെ അമ്മ എന്ന് ഈ 13.5 വയസ്സുള്ള മറിയത്തെ കയറി വിളിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് വേണം. അപ്പം കത്തോലിക്കാ സഭയ്ക്ക് പുറത്തുള്ള പെന്തക്കോസ്തക്കാര് മറിയത്തെ മുട്ടത്തോടെന്ന് വിളിക്കാൻ കാരണം എന്തുകൊണ്ടാണ്? ഈ പരിശുദ്ധാത്മാവ് ഇല്ലാത്തത് കൊണ്ടാണ്. ഇത്രയും പ്രായമായി ഇളയമ്മയായി എലിസബത്ത് എന്താണ് ഇങ്ങനെ പറയുന്നത്? നമുക്ക് തന്നെ തോന്നൂല, എന്തൊരു വിവരക്കേടായി പറയുന്നത്. ഇത്രയും ചെറിയ പെൺകുട്ടിയെ കയറി ആരെങ്കിലും അമ്മയെന്ന് വിളിക്കുവോ? കാരണം മറിയത്തിന്റെ ഉദരത്തിൽ ഇരിക്കുന്നത് മനുഷ്യവർഗം മുഴുവത്തിന്റെ ദൈവമാണ്. ആ ദൈവത്തിന്റെ അമ്മ ആരാണ്? ആ ഈശോ പോലും മറിയത്തെ കയറി അമ്മ എന്ന് വിളിച്ചിട്ടുണ്ട്. യോഹന്നാനോട് പറഞ്ഞില്ല ഇതാ നിന്റെ അമ്മ എന്ന്. പിന്നെ ഈ സ്ത്രീ എന്ന് പല സമയത്ത് പറയുന്നുണ്ടെങ്കിൽ പോലും ഈശോ തന്നെ മറിയത്തെ കയറി വിളിച്ചോണ്ട് അമ്മയെന്നാണ്. ഇപ്പൊ സ്വർഗത്തിൽ ഈശോ മറിയത്തെ കയറി വിളിക്കുന്നത് മേരിന്നോ സ്ത്രീന്നൊന്നും അല്ല, അമ്മ എന്ന് തന്നെയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ എലിസബത്തും സക്കറിയായും 3 മാസക്കാലം, പിന്നെ അല്ലാതെ തന്നെ നമ്മൾ ചിന്തിച്ചു നോക്കി, എലിസബത്തും സക്കറിയായും കൂടെ പറ്റുന്ന സമയത്തൊക്കെ മറിയത്തിന്റെ ഉദരത്തെ ഇങ്ങനെ തൊട്ടുമുത്തിയിട്ടുണ്ടാവും. നമ്മൾ അരളിക്കാലും സക്കറാരിയിലും ഒക്കെ തൊട്ടുമുത്തുന്നത് പോലെ, അരളിക്കാൽ ചുമ്മാ ഇരിക്കുന്ന അരളിക്കാലല്ല, ഈശോനെ എഴുന്നള്ളിച്ച് വെച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ അരളിക്കായി പോയി തൊട്ടുമുത്തുന്ന പോലെ, അല്ലെങ്കിൽ സക്കറാരിയുടെ ഒന്ന് തൊട്ടുമുത്താൻ പറ്റിയ ഒരു അവസരം കിട്ടിയാൽ തൊട്ടുമുത്തുന്നത് പോലെ എന്ത് ചെയ്തിട്ടുണ്ടാവും? മറിയത്തിന്റെ ഉദരത്തിൽ സക്കറിയായും എലിസബത്തും തൊട്ടുമുത്തിയിട്ടുണ്ടാവും. കാരണം എന്താ? മറിയത്തിന്റെ ഉദരത്തിൽ ഇരിക്കുന്നത് എലിസബത്തിനെ സക്കറിയായും ദൈവമാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ ഇതിനെ മനസ്സിലാക്കേണ്ടത്. അല്ലാണ്ട് മറിയം അവിടെ എലിസബത്തിനെ കുളിപ്പിക്കാൻ പോയി, ചട്ടിയും കലവും കഴുകാൻ പോയി, ഇങ്ങനെയുള്ളൊരു ശുശ്രൂഷയല്ല. ഒരു ഗർഭിണിയായ സാധാരണ ഒരു സ്ത്രീയുടെ വീട്ടിൽ പോയി ചെയ്യുന്ന ശുശ്രൂഷയല്ല ഇവിടെ ചെയ്തത്. ഇനിയും മറിയം ആണെങ്കിൽ ചിന്തിച്ചു, മറ്റൊന്നും കൂടെ ചിന്തിക്കൂ, മറിയം ഏറ്റവും കൂടുതൽ റെസ്റ്റ് എടുക്കേണ്ട സമയമാണ്. കാരണം മറിയം ഗർഭം ധരിച്ചിട്ടേ ഉള്ളൂ. മറിയം 3 മാസമായിട്ടല്ല വന്നേക്കുന്നത്. ഗർഭം ധരിച്ച പാടെ എലിസബത്തിന്റെ അടുക്കിലേക്ക് വരികയാണ്. 3 മാസം എലിസബത്തിന്റെ വീട്ടിൽ നിൽക്കുമ്പോഴാണ് 3 മാസം കംപ്ലീറ്റ് ആകുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ റെസ്റ്റ് എടുക്കേണ്ട സമയമാണ്. അതും മറിയത്തിന്റെ ഉദരത്തിരിക്കും ദൈവമാണ്, ഒരു മാലാഖ പോലും അല്ല. അപ്പൊ ഏറ്റവും കൂടുതൽ കെയറിങ് കൊടുക്കേണ്ട സമയമാണ്. എന്നിട്ട് പോലും മറിയം എലിസബത്തിന്റെ വീട്ടിൽ എന്ന് വെച്ചാൽ ഈ യേശു ക്രിസ്തുവിന് മറിയത്തിന്റെ ഉദരത്തിരിക്കും ദൈവത്തിന് ആരാധന കിട്ടണം. ഏറ്റവും ആദ്യമേ ഭൂമിയിലെ യേശുവിനെ ആരാധിച്ചത് ഔസേപ്പിതാവും മാതാവുമാണ്. അതിലൊരു സംശയവും വേണ്ട. മാതാവാണ് ഏറ്റവും ആദ്യമേ അറിഞ്ഞത്, മറിയം ഉദരത്തിരിക്കുന്ന ദൈവത്തെ ആരാധിച്ചു. കാരണം മറിയത്തിന്റെ ഉദരത്തിരിക്കുന്ന കുഞ്ഞു മറിയത്തിന്റെയും ദൈവമാണ്. അതിപ്പോൾ നമ്മൾ ആ രീതിയിൽ വേണം നമ്മൾ അതിനെ മനസ്സിലാക്കാൻ വേണ്ടി. പ്രിയമുള്ളവരെ, അപ്പോൾ എലിസബത്തിന്റെ വീട്ടിലെ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ഒരു ദൈവാരാധനയാണ്, ദൈവിക ശുശ്രൂഷയാണ്. അല്ലാണ്ട് നമ്മൾ ഹോട്ടലിൽ കാണുന്ന പോലെ പാത്രം കഴുകുന്ന ഒരു ശുശ്രൂഷയല്ല, കഞ്ഞി വെക്കുന്ന ശുശ്രൂഷയല്ല. ഇത് ഒരു ആത്മീയ ശുശ്രൂഷയാണ്. ശുശ്രൂഷയ്ക്ക് വേണ്ടി പോയി.
നമ്മൾ സന്തോഷത്തിന്റെ 2-ാം രഹസ്യത്തിൽ പോലും എലിസബത്തിനെ സന്ദർശിക്കാനായിട്ട് മറിയം പോയി 3 മാസം അവിടെ ശുശ്രൂഷ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഒരു മനുഷ്യർ ചിന്തിക്കുമ്പോൾ 6 മാസം ഗർഭിണിയല്ല, ഇത്രയും പ്രായമായവരല്ലേ, അതുകൊണ്ട് ആ ഒരു ശുശ്രൂഷയുടെ ലെവലിലോട്ടാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത്. അത് നമ്മൾ മനുഷ്യരായതുകൊണ്ടാണ്. പക്ഷെ ബൈബിളിൽ പറയുന്നത് ചട്ടിയും കലവും കഴിയുന്ന ശുശ്രൂഷയല്ല. അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ളവരെ മനസ്സിലാക്കുക, മറിയത്തെ സക്രിയായും എലിസബത്തും കണ്ടത് ഇതുപോലെയാണ്. നമ്മളിപ്പോ ഒരു വൈദികൻ അരളിക്ക ടേബിള് ബലിപീഠത്തിനവിടെ കൊണ്ടുപോയി വെച്ചു, ഈശോനെ സക്രാരിയിൽ നിന്ന് എടുത്തുകൊണ്ട് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മളെല്ലാം മുട്ടുമേ നിൽക്കും, അവിടെ വിളക്കുകളൊക്കെ കത്തിച്ചു വെച്ചിട്ടുണ്ടാവും, പൂക്കളൊക്കെ വെച്ചിട്ടുണ്ടാവും എന്ന് പറഞ്ഞതുപോലെ അത്രയൊന്നും പൂക്കളും വിളക്കുകളും വെച്ചില്ലെങ്കിൽ പോലും മറിയവും എലിസബത്തും സക്രിയായും മറിയത്തിന്റെ മുമ്പിൽ കരങ്ങൾ കൂപ്പി ബഹുമാനത്തോടുകൂടി ആദരവോടുകൂടി നിന്ന് ആരാധിച്ച ഒരു സമയമാണ്. ഒരു സംശയമുണ്ട്. കാരണം എലിസബത്ത് എന്താ പറഞ്ഞത് മറിയത്തെ കണ്ടപ്പോൾ? എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വരാനുള്ള ഭാഗ്യം എനിക്ക് ഇവിടെ ഉണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എലിസബത്തിൽ എന്ന് പറഞ്ഞ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറയാൻ നമ്മൾ ആഗ്രഹിക്കുക. അപ്പൊ മറിയം ആരാണെന്നും മറിയത്തിന്റെ ഉദരത്തിൽ ആരായിരുന്നുവെന്നും മറിയത്തെ ദൈവം എന്തുകൊണ്ട് ഇത്രമാത്രം ഉയർത്തി എന്നുള്ള വലിയ സത്യങ്ങളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് എലിസബത്തിന് സാധിച്ചതുപോലെ നമുക്ക് സാധിക്കും. അതിനുള്ള ആ എലിസബത്തിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറയാനായിട്ട്, മറിയത്തിന്റെ അഭിവാദന സ്വരത്തിലൂടെ സാബയോഹനാൻ നിറഞ്ഞ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറയുവാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.